ആര് പറഞ്ഞു? നറുക്കെടുപ്പൊന്നും നടന്നിട്ടില്ല. പാർട്ടി ഐക്യണ്ടേനെ മന്ത്രിയെ തീരുമാനിക്കായിരുന്നു. ഒന്ന് പതുക്കെ പറ. മത്തായി സാർ റെഡി ആയിക്കൊണ്ടിരിക്കുക. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. നേരെ രാജ്ഭവനിലേക്ക്. ഹലോ. ആ എടുത്തത് ഞാനാ, മാധവൻ. ബാലേട്ടനില്ലേ? ഉണ്ട്, കൊടുക്ക. ബാലേട്ടാ, ആരാ? മാധവനാ. ഹലോ, എന്താടാ? എന്താ ബാലേട്ടാ, തറവാട്ടിൽ ആരും ഇല്ലേ? വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. ഞാനും കുറെ ട്രൈ ചെയ്തു, ആരും ഫോൺ എടുക്കുന്നില്ല. ആ വട്ടം കുട്ടികൃഷ്ണൻ എവിടെ പോയി കിടക്കുക? അയാൾക്ക് മൊബൈൽ നമ്പർ വല്ലതും ഉണ്ടോ? അളിയാ, ആ കുട്ടികൃഷ്ണൻ മൊബൈൽ നമ്പർ വല്ലതും ഉണ്ടോ? മൊബൈല് 3-4 കയ്യിലുണ്ട്, പക്ഷെ ഒന്നിനും കണക്ഷൻ എടുത്തിട്ടില്ല. ഇല്ലാന്ന്. ബാലേട്ടാ, അടുത്ത ആഴ്ചയാണ് അച്ഛൻ വീട്ടിലേക്ക് എത്തുന്നത്. കോടതിയിലെക്കാളും വലിയ ജഡ്ജാണ് വീട്ടിലെന്നുള്ളത് മറക്കണ്ട. നീ ഇപ്പൊ എവിടെയാ? ഞാൻ തിരുവനന്തപുരത്താ. ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മന്ത്രി ഇന്ന് ഭരണം ഏൽക്കുകയല്ലേ. അതാ ചേട്ടനൊരു കാര്യം ചെയ്യും, ശേഖരൻ അളിയനെയും കൂട്ടി ഒന്ന് തറവാട് വരെ ചെല്ലേ. ആ ശരി. ശരിയേട്ടാ. എന്താണ് ഒരു ടെൻഷൻ? ഇന്ന് സത്യപ്രതിജ്ഞ നടക്കൂലേ? അതല്ലടോ, പിന്നെ ഡൽഹിയിൽ നിന്ന് അച്ഛൻ തറവാട്ടിലേക്ക് വരിക. അതാണോ കാര്യം? അത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അതല്ല, ഞാനും ബാലേട്ടനും ഒക്കെ തറവാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മാസങ്ങളായി. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്കാർക്കും തറവാട്ടി വന്ന് നിൽക്കാനോ നോക്കാനോ നേരമില്ലാത്തോണ്ടല്ലേ. താൻ വേണേ പൊയ്ക്കോ. സത്യപ്രതിജ്ഞ ഇനി വൈകിച്ചാൽ എന്നെ ആരെങ്കിലും പിടിച്ച് താഴെ ഇടും. പിന്നെ നമ്മുടെ പാർട്ടിക്ക് മന്ത്രി ഇല്ലാണ്ടാകും. ചെല്ലേ. ആ പിള്ളയാണെങ്കിൽ ചൊറിഞ്ഞുറിഞ്ഞ് നിൽക്കുക. അതെ, ഇയാളങ്ങോട്ട് നീങ്ങിയിരിക്കും. അപ്പൊ തറവാട് അതൊക്കെ ഞാൻ ബാലേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എടോ, പാർട്ടി സെക്രട്ടറി ഇല്ലാണ്ട് എന്തോന്ന് സത്യപ്രതിജ്ഞ? അത് ശരിയാ. കൊച്ചു മുതലാളി എന്തടാ, ഇവിടെ ആരും ഇല്ലേ? ഞാനുണ്ടല്ലോ. നീ അല്ലാതെ വേറെ ആരും ഇല്ലേ? നിങ്ങളില്ലേ? പൊട്ട ഇവിടെ ഫോൺ അടിക്കുമ്പോ അത് കേൾക്കാൻ എടുക്കാൻ ആളില്ലേന്ന്. കേൾക്കാൻ ഞാനുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതെന്താ? വീട് പൂട്ടിയിരിക്കല്ലേ. ഈ കുട്ടികൃഷ്ണൻ ഇത് എവിടെ പോയി കിടക്കുക? ഇന്നലെ മുതൽ അങ്ങേരുടെ ശ്രദ്ധ ജഡ്ജി അങ്ങുന്നിന്റെ ആ പഴയ കാറിലായിരുന്നു. അതിൽ പണിത് കാറിന്റെ ഇടപാട് തീർന്നു. ഇന്ന് രാവിലെ ലോറി പിടിച്ച് കെട്ടിവലിച്ച് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ട് പോകുന്നത് കണ്ടു. താൻ ഈ വീടിന്റെ താക്കോലിക്കുന്നേ? അയ്യോ, എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് എന്റെ ഏൽപ്പിച്ചില്ല. നല്ല മറവിയുള്ളത് കൊണ്ട് എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാലോ എന്ന് പറഞ്ഞ് താക്കോല ജനലിൽ കൂടെ അകത്തോട്ട് എറിയുന്നത്. എന്തൊരു കഷ്ടം ഇത്. എടോ, അയാളുടെ വട്ടിന് ഇപ്പോഴും ഒരു കുറവില്ലേ? ഗുളിക കഴിക്കാറില്ലേന്ന്? എല്ലാ ദിവസവും കഴിക്കാനുള്ള മടി കൊണ്ട് മാസത്തിൽ ഒരുമിച്ചാ കഴിപ്പ്. അന്നിച്ചിരി കുറവുണ്ടാവും. ഫുൾ ടൈം ഉറക്കമായിരിക്കും. തനിക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ആര് പറഞ്ഞാലും അങ്ങനെ കേൾക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ മാത്രം ഒട്ടും കേൾക്കത്തില്ല. തലയ്ക്ക് സുഖമില്ലാത്തവരെ പിടിച്ച് വീട് ഏൽപ്പിച്ച ഇങ്ങനെ ഇരിക്കും. പഴയ ഗുമസ്തനാണെന്ന സിമ്പതി കാരണ അച്ഛൻ ഇയാളെ പിടിച്ചെടുത്ത കാര്യസ്ഥനാക്കിയത്. ഇപ്പൊ അനുഭവിക്കുന്നത് നമ്മളും. ദേ കുട്ടികൃഷ്ണൻ വരുന്നുണ്ട്. വാ വാ. എന്താടോ അവിടെ ഒരു ചുറ്റിക്കളി? താൻ വീട് പൂട്ടിട്ട് എവിടെ പോയി കിടക്കുക? വീട് പൂട്ടിയിട്ടതായി ഇപ്പൊ കുറ്റം. കഴിഞ്ഞ തവണ വീട് തുറന്നിട്ട് പോയതിനാ കുറ്റം. നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് ശരിയാവില്ല കേട്ടോ. സ്ഥിരത വേണം, സ്ഥിരത. താൻ എന്താ ഇവിടെ കോലിട്ട് ഇളക്കണേ? പിന്നെ താക്കോൽ എടുക്കണ്ടേ? എന്നോട് പറഞ്ഞ ഞാൻ എടുത്തരില്ലേ? താടി വെച്ച വലിയ ബുദ്ധിജീവിയാണെന്ന വിചാരം. തലയ്ക്ക് സുഖമില്ലണ്ടാ എന്താ ചെയ്യാ? എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നിങ്ങൾ ഇതിലേ വരണ്ട, ഞാൻ അപ്പുറത്തെ വാതിൽ തുറന്നു തരാം. താൻ തന്റെ കൈ അതിനുള്ളിട്ടുണ്ടായാലും എടുത്താ കൈ ഉണ്ടല്ലോ കയ്യില്. താൻ ആരോട് ചോദിച്ചിട്ട് കൈ എടുത്തേ? എനിക്ക് എങ്ങനെ ഇത്ര ബുദ്ധി കിട്ടിയത്? എന്റെ അച്ഛന് എങ്ങനെ തന്നെയായിരുന്നു. താക്കോല്. അടുത്ത പ്രാവശ്യം ഞാൻ കാണിക്കുന്ന ബുദ്ധി ഇതല്ല. താൻ അറിഞ്ഞോ അച്ഛൻ വരുന്ന കാര്യം? ഞാൻ ടിവിയും പത്രവും ഒക്കെ കാണാറുണ്ട്. അതല്ലേ കാറ് നന്നാക്കി കൊണ്ടുവന്നത്. ഇതൊക്കെ പൂട്ടിക്കെട്ടിപ്പോവാൻ അകത്തെ പണിക്കാർക്ക് എന്തിയേ? ഞാൻ തിന്നു. കുക്കിനടിച്ചിറക്കി ചെരവയ്ക്കടിച്ച് തയ്യാറ 4 പല്ലാ പോയി. അയാളുടെ പല്ല് പോയതിനാ ഇവന് സങ്കടം. ചെരവയുടെ നാക്കൊടിഞ്ഞതിനല്ല. ഇവിടെ ഒരു വൃത്തി മെനയില്ലല്ലോ. തൂത്തുവാരം നിന്നിരുന്ന ആ സ്ത്രീ എന്തേ? ഞാൻ പിരിച്ചുവിട്ടു. അവരെ കഴുത്തെ പിടിച്ച് പിരിച്ചു വിട്ടു. താൻ എന്ത് പോക്കത്തിനോട് കാണിച്ചേ? അത് ശരി. ആ സ്ത്രീക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവളെ ഞാൻ പിരിച്ചു വിട്ട് സത്യ. അല്ലെങ്കിൽ അവൾക്ക് ഇവന്റെ ചായയിൽ ഒരു കൊടക്കമ്പി ഇവിടെ ജനിച്ചാനെ. അതിനുള്ള ശക്തി നിനക്ക് എന്താടോ? അച്ഛനും അമ്മയും വരുമ്പോ മക്കളും പേരക്കിടാങ്ങളും ബന്ധുക്കളൊക്കെ എത്തും. എല്ലാവരുടെയും വിഷുക്കാലാഘോഷം ഇത്തവണ ഇവിടെയായിരിക്കും. വെച്ച് വിളമ്പാനും ഇവിടെ ഒക്കെ തൂത്ത് വൃത്തിയാക്കാനും 4 പണിക്കാരെ വേണം. മനസ്സിലായോ? ഇതാരീ വരണേ? കുട്ടിശേട്ടോ കുറെ നാളായാലും കണ്ടിട്ട്. എടോ, ജഡ്ജി അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്.
പഴയ സാധനം എടുത്ത് മാറ്റടാ. ഡോ, ഇങ്ങോട്ടല്ല തന്റെ ഈ ഉണക്ക പൂട്ടും പപ്പടവും കഴിക്കാൻ അദ്ദേഹം ഇങ്ങോട്ട് വരികയെ. എന്താടാ ഇത്? അയ്യോ, ഇതിലും ഭേദം നിനക്ക് കൂപ്പിൽ തടി പിടിക്കാൻ പൊക്കൂടെ? ആയ്, ഒരു കുറ്റി പുട്ടെടുത്തപ്പോഴേക്കും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? എടോ കുറുപ്പേ, ജഡ്ജി അദ്ദേഹം ഇനി ഡൽഹിയിലല്ല, ഇവിടെ തറവാട്ടിലാ താമസിക്കാൻ പോണേ. ഇരിക്കൂട്ടോ. അതുകൊണ്ട് അടുക്കളപ്പണിക്കും പുറംപണിക്കായിട്ട് ഒരു 3-4 പേര് വേണം. തന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയക്കാം. ബ്രാഹ്മണരായാൽ ഉത്തമം. അത് ഞാൻ ഏറ്റു. പിന്നെ തറവാട്ടിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ഓട്ടുപാത്രങ്ങളും സ്ഫടികപാത്രങ്ങളും പഞ്ചലോക വിഗ്രഹങ്ങളും ഉണ്ട്. അതുകൊണ്ട് വിശ്വസ്തരായിരിക്കണം പണിക്കാർ, കള്ളന്മാരാവരുത്. ഞാൻ ഏറ്റൂന്നേ. ഇവൻ പൂട്ടുവർക്കി, ഏത് പൂട്ടും തുറക്കുന്ന പെരുങ്കള്ളൻ.